ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഞാൻ എണീക്കുന്നതേ ഉള്ളൂ. സ്റ്റിൽ കണ്ണനുണ്ണി ഉറങ്ങുവാണ്. ഇന്നലെ രാത്രി 2:30 ആയപ്പോഴാണ് കണ്ണനുണ്ണി ഉറങ്ങിയത്. എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. ഇന്നലെ ഭയങ്കര കരച്ചിലൊക്കെ നിർബന്ധമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പം 9 മണി ആവാറായി. 9 മണി കഴിഞ്ഞു. അവൾ ഉറങ്ങുവാണ്. എണീറ്റിട്ട് വേണം എനിക്ക് താഴോട്ട് പോകാൻ. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് എൻ്റെ പ്ലാൻ. എന്തോ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഒന്ന് നോക്കാം. എന്താടാ കണ്ണനുണ്ണി ഈ ചിണുങ്ങി കരയുന്നത് പാലിന് വേണ്ടിയിട്ടാണ്. അതെനിക്കറിയാം. പക്ഷേ ഇങ്ങനെ പാലേ പാലേ പാലേന്ന് വിളിക്കുന്നത് കേൾക്കാൻ നല്ല രസമാണ്. അതാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ എന്തെന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ അവന് പാലൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി. കാരണം രാവിലെ എണീറ്റൊരു ഹാപ്പി മൂഡ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് മൂശാട്ടായിട്ടൊക്കെ എണീക്കാറ്. അപ്പോൾ പിന്നെ അങ്ങ് ഓക്കെ ആയി. പിന്നെ കളിയും ചിരിയും. പിന്നെ ഞങ്ങൾ താഴോട്ടൊക്കെ പോയി. നമ്മൾ ഇന്നേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുക. അപ്പോൾ നീ ഇതിന് രാവിലെ എൻ്റെ അലപ്പാക്കുന്നത്? നാണം വരുന്നു. എൻ്റെ ബേബിക്ക് നാണം വരുന്നു. എന്താ ഇന്നലെ 2 മണിയൊക്കെ ആയപ്പോൾ കിടന്ന് കരഞ്ഞത്? എന്തിനാ കരഞ്ഞത്? നീ എന്താ എന്നെ ഉറക്കാഞ്ഞ? നീ എന്നിട്ട് 10 മണി കിടന്ന് ഉറങ്ങും. ബ്ലഡി ഫുൾ. ഹായ് ഗൈസ് പറഞ്ഞേ. അപ്പം നമുക്ക് എണീക്കാം. അങ്ങനെ ഞങ്ങൾ താഴെ വന്നപ്പോഴത്തേക്ക് ആരെയും കാണുന്നില്ല. എല്ലാവരും കല്യാണത്തിന് പോകാനുള്ള തിരക്കിലായിരുന്നു. അങ്ങനെ ഞാൻ മീനുവിൻ്റെ കയ്യിൽ കണ്ണനുണ്ണി ഏൽപ്പിച്ചിട്ട് എൻ്റെ രാവിലത്തെ പണിയിലോട്ട് കടന്നു. എനിക്ക് ബ്രഷ് ചെയ്യണം, ഫേസ് വാഷ് ചെയ്യണം, ചായ കുടിക്കണം. രാവിലെ എൻ്റെ ചായ കുടിച്ചില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് നോർമൽ വെള്ളത്തിലാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത്. പിന്നെ പല്ല് തേക്കാൻ ടൈം ആകുമ്പോഴേ ഞാൻ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ രാവിലെ എണീറ്റ് ഞാൻ നൈറ്റ് ഒരു ക്രീം ഇടുന്നുണ്ട്. അപ്പം രാവിലെ എണീറ്റ് മുഖം കഴുകില്ല, ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ രാവിലെ ഫേസ് വാഷൊക്കെ ചെയ്ത് നമുക്ക് പോയി ചായ കുടിക്കാം. അമ്മാമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മാമ്മ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ചായ കുടിക്കുന്നത്. അങ്ങനെ ചായ കുടി കഴിഞ്ഞ് ഞാൻ പിന്നെ ബ്രഷ് ചെയ്യാൻ പോയി. അപ്പം നിങ്ങൾ വിചാരിക്കും ചായ കുടിച്ചിട്ടാണോ ബ്രഷ് ചെയ്യുന്നതെന്ന്. എനിക്കതാണ് ഇഷ്ടം. അങ്ങനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഞാൻ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യും. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് നന്നായിട്ട് മുഖമെല്ലാം നന്നായിട്ട് ക്ലീനാക്കി നല്ലൊരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തെടുക്കും. അപ്പം നമുക്കിനി കണ്ണുണിക്ക് ഫുഡ് കൊടുക്കാം. എന്നിട്ട് എനിക്കിനി ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്കിൻ കെയർ കുറച്ച് ചെയ്യാനുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം. തുപ്പരതോ നിങ്ങളെ പട്ടി എന്നേരി അതിനെ വിളിച്ചേ. പട്ടി ഇപ്പൊ വരും. കറുത്ത പട്ടി. ഇതാണ് അവസ്ഥ. ഫസ്റ്റ് ഞാൻ ഇഡലി കൊടുക്കാൻ വന്നു. എത്ര പേര് കൂടെ എന്നിട്ടാണ് ഇവന് ഫുഡ് കൊടുക്കുന്നത്. ഭയങ്കര പാടാണ് ഫുഡ് കഴിക്കാൻ. എന്തൊക്കെ പറയണം, എന്തൊക്കെ ചെയ്യണം. അവസാനം ഓരോന്നൊക്കെ പറയും, വായിലോട്ട് വെക്കും, തുപ്പും. ഇത് തന്നെ റിപ്പീറ്റ്. അവസാനം ഞാൻ മടുത്തു. ഞാൻ പിന്നെ കുറുക്ക് കാച്ചാൻ പോയി. ചില ടൈമിൽ കഴിക്കും, ചില ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ പിന്നെ കുറുക്കൊക്കെ കാച്ചി അങ്ങനെ കുറുക്കാറാൻ വെച്ചിട്ട് ഞാൻ എൻ്റെ ഫുഡ് കഴിക്കാൻ വന്നു. എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നു. ഇന്നലെയും ഒരുപാടൊന്നും കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. ഡയറ്റൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഇപ്പോൾ ഫുഡൊന്നും കഴിക്കത്തില്ല. പിന്നെ ഫീഡിങ് കൂടെ ഉണ്ടായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാനൊരു 3 ഇഡലിയും ഇന്നലെ നൈറ്റ് ചിക്കൻ കറി ആയിരുന്നു, അതും കഴിച്ചു. ആ ഗ്യാപ്പിൽ ഞാൻ സ്കിൻ കെയർ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം സ്കിൻ കെയർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ആദ്യം ലിപ് ബാം ഇട്ട് പിന്നെ പിമ്പിൾസ് ഇപ്പോൾ ഉണ്ടായതുകൊണ്ട് അതിനകത്തിടാനുള്ള ക്രീമുണ്ട്. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് കണ്ണനുണ്ണിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് വന്നു. കൊച്ചിന്റെ കുറുക്കെടുത്ത് തിന്നുന്ന തെണ്ടി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ കണ്ണനുണ്ണിക്ക് ഉണ്ടാക്കുന്ന ഫുഡ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്ന ഇവളുമാർ 2 പേരാണ്. പിന്നെ കണ്ണനുണ്ണിക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇവർക്ക് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. ചിറ്റപ്പനും രുക്കുവും കൂടെ കല്യാണത്തിന് പോകണമായിരുന്നു. താരക്കുഞ്ഞമ്മ ഓൾറെഡി വേറെ കല്യാണത്തിന് പോയി. ഇത് മുസ്ലിംസിൻ്റെ കല്യാണം ആയതുകൊണ്ടാണെന്ന് തോന്നി ഇവർ കുറച്ച് ഫുഡ് കഴിക്കാൻ ടൈമാകുമ്പോൾ പോയാൽ മതിയല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചേച്ചി, അമ്മയും ബേബി എല്ലാവരും കൂടെ എന്തോ ഗോൾഡ് എടുക്കാനായിട്ട്. അങ്ങനെ അവരെന്നെ വീഡിയോ കോൾ ചെയ്ത് എനിക്കെന്തോ മേടിച്ചെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തോ ലോക്കറ്റൊക്കെ കുറേ കാണിക്കുന്ന കണ്ട്. പിന്നെ ഇനി പറ്റിക്കാനാണോ അറിയത്തില്ല. എന്തായാലും നോക്കാം. അങ്ങനെ അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു.
അങ്ങനെ കണ്ണനുണ്ണിയുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇനി കണ്ണനുണ്ണി കുളിപ്പിക്കണം. അങ്ങനെ തലയിലും ദേഹത്തും എല്ലാം എണ്ണയൊക്കെ തേച്ച് അങ്ങനെ ഞങ്ങൾ കുളിക്കാൻ പോകുന്ന പുറപ്പാടാണിത്. കണ്ണനുണ്ണിക്ക് വെള്ളം കണ്ടാൽ പിന്നെ പ്രാന്താണ്. എന്തൊക്കെയാണ് കാണിക്കുന്നത് അവന് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പം ഒരാളെ കൊണ്ട് അവനെ കുളിപ്പിക്കാൻ പറ്റത്തില്ല, 2 പേരുടെ ഹെൽപ്പ് വേണം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെയൊക്കെ തോർത്തുന്ന ഒരു തരത്തിൽ ഇഷ്ടമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓക്കെ ആയി. പിന്നെ ചിരിയും കളിയൊക്കെ ആയിരുന്നു. നമ്മുടെ ബേബി കുളിച്ചോ? നമുക്ക് ഉറങ്ങാം, ചാച്ചി ഉറങ്ങാം. ഡ്രസ്സൊക്കെ ഉണ്ടായോ? ചെറുക്കനങ്ങും ഉറങ്ങിയില്ല. പിന്നെ ഫീഡ് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ പിന്നെ മീനുവിനെ ഏൽപ്പിച്ച്. അത് കഴിഞ്ഞിട്ടപ്പോഴത്തേനും 1 മണിയായി. 1 മണി കഴിഞ്ഞു. ഞാൻ പിന്നെ ചോറ് കഴിക്കാൻ വന്നു. ഇന്നത്തെ സ്പെഷ്യല് ഇന്നത്തെ ചിക്കൻ കറി ഉണ്ട്, പയർ മെഴുക്കുവരട്ടി ഉണ്ട്, ക്യാൻറ്റീനിൽ നല്ല വെളുത്തുള്ളി ചാറ്, പിന്നെ മത്തിക്കറി ഇന്നത്തെ. പിന്നെ ഇന്നത്തെ കുറേ പേര് ചോദിച്ചായിരുന്നു കണ്ണനുണ്ണിക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന്. അപ്പം ഞാൻ അവന് കുറുക്കാണ് മിക്കപ്പോഴും കൊടുക്കുന്നത്. ചോറ് കഴിക്കാൻ മടിയുള്ളപ്പം വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കുറുക്കാണ് കൊടുക്കാറ്. കുറുക്കിനകത്ത് ഞാൻ റാഗിയും പിന്നെ ഹെൽത്ത് മിക്സുമാണ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നട്ട്സ് സെപ്പറേറ്റ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആൽമണ്ട്സ്, ഡേറ്റ്സ് ഇല്ല, ആൽമണ്ട്സ്, കാഷ്യൂ, വാൾനട്ട്, ഇത് 3 കൂടെ പൊടിച്ച് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. കാറ്റടിച്ചിട്ട് വന്ന് ലുക്കുവിൻ്റെ വെറും പന്ന സ്വഭാവമാണ് ഇപ്പം നിങ്ങളീ കണ്ടത്. എവിടെയെങ്കിലും പോയി ഫുഡ് കഴിച്ചിട്ട് അവൾ കൈ കഴുകാതെ വരും. കൈ കഴുകാതെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പിടാതെ വരും. അപ്പം സോപ്പിട്ട് കഴിഞ്ഞാൽ ആ ഒരു മണം പോത്തില്ലേ, എന്നിട്ട് നമ്മളെ കൊണ്ടുപോയി മണപ്പിക്കുക. ഇതാണ് അവളുടെ മെയിൻ പരിപാടി. പിന്നെ ഞാൻ കണ്ണനുണ്ണിക്ക് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ അവനെ ഉറക്കാൻ വേണ്ടി പോന്നു. ഈവനിങ് ടൈമിൽ നമുക്ക് ബീച്ചിൽ പോകാമെന്ന് ചിറ്റപ്പം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉറക്കിയില്ലെങ്കിൽ ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഭയങ്കര മോശമായിട്ടായിരിക്കും. അങ്ങനെ എൻ്റെ ആ ദൗത്യം വിജയകരമായി എന്ന് വിചാരിച്ചിരുന്നേ. പക്ഷേ ആ സമയത്ത് അച്ഛനും അമ്മയും ചേച്ചിയും ഉണ്ണിക്കണ്ണനും എല്ലാവരും കൂടെ വന്ന് അങ്ങനെ കണ്ണനുണ്ണി എണീറ്റല്ല അച്ഛൻ വന്ന് എണീപ്പിച്ചതാണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ലാതെ ഹാപ്പിയായിട്ട് എണീറ്റ്. പിന്നെ ഇവർ 2-3 ആഴ്ചയെങ്ങാണ്ടായി പരസ്പരം കണ്ടിട്ട്. അങ്ങനെ പിള്ളേരെ കളിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഉണ്ണിക്കണ്ണനും ഭയങ്കര സ്നേഹത്തിലൊക്കെ ആയിരുന്നു. ഉമ്മയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത്. ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് കാണേണ്ടത്. ഉണ്ണിക്കണ്ണൻ്റെ കയ്യിൽ എന്തോ ഇരിക്കുന്നത് അത് കണ്ണനുണ്ണിക്കും വേണം. അങ്ങനെ 2 എണ്ണവും ബോളിന് കിടന്ന് ഭയങ്കര അടിയായിരുന്നു. കണ്ണനുണ്ണി ഇച്ചിരി കൂടെ നടക്കാറൊക്കെ ആയതുകൊണ്ട് അവൻ എടുത്തുകൊണ്ട് ഓടും. മറ്റേ ആൾക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് കരയത്തേ ഉള്ളൂ. ഉണ്ണിക്കണ്ണനെ ഇച്ചിരി വളർന്നോട്ടെ, കണ്ണനുണ്ണിക്ക് നല്ലത് കിട്ടിക്കോളും. അങ്ങനെ പിള്ളേരെ കളിച്ച് കഴിഞ്ഞ് പിന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ അവർ പോവുകയാണ്. കാരണം വൈകിട്ട് അച്ഛൻ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ കയറണമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് എല്ലാവരുടെ അടുത്തും ബബ്ബയൊക്കെ പറഞ്ഞ് അങ്ങനെ അവരിറങ്ങി. അവർ പോകാൻ ടൈമായപ്പോഴത്തേക്ക് കണ്ണനുണ്ണി ഒരു തരത്തിൽ വരുന്നില്ല. രഞ്ജുവിൻ്റെ മടിയിൽ കയറിയെന്ന് എല്ലാവർക്കും ടാറ്റ തരും, അവനും പോവാന്നുള്ള രീതിയിൽ. പിന്നെ കുറച്ച് നേരം അവിടെ മടിയിലൊക്കെ ഇരുത്തിയിട്ട് പിന്നിങ്ങ് വിളിച്ച് അച്ഛൻ്റെ അടുത്തൊന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ കാണിക്കുന്ന ഓവർ ആക്ടിങ്. പിന്നെ അങ്ങനെ അവർ പോയപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം കുറേ കാലത്തിന് ശേഷമല്ലേ അവരെ കണ്ടത്. പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് കണ്ണനുണ്ണി മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ചൂല് മേടിക്കാനായിട്ട് ഓടുമായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു റീൽ എടുക്കണമായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങനെ റീലൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ണനുണ്ണി ഭയങ്കര കരച്ചിലായിരുന്നു എൻ്റെ കൈ വരാൻ വേണ്ടി. പിന്നെ റീലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിറ്റപ്പൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നു. ഈ വാവയുടെ സംസാരം കേട്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കുറുക്ക് കണ്ണനുണ്ണിക്ക് ഞാൻ കുറുക്ക് കൊടുക്കുന്ന ടൈമിലായിരുന്നു അവർ വന്നത്. അപ്പോൾ അതിൻ്റെ എന്തോ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നൈറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ കിഴിപ്പൊറോട്ട ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കണ്ണനുണ്ണിയാണെങ്കിൽ ഒരു തരത്തി ഉറങ്ങുന്നില്ല. കാർട്ടൂൺ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുക. സമയം നോക്കിയപ്പം 11:15. 11:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ അവനെയും കൊണ്ട് റൂമിൽ പോയത്. അവനുറങ്ങാഞ്ഞുകൊണ്ട് ആർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. എല്ലാവരും മാറിയിരുന്ന് ഫോണിൽ കളിക്കുക. അപ്പം എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അതിനകത്ത് കുറേ പോരായ്മകളൊക്കെ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി അടുത്ത എന്ത് വീഡിയോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം. അപ്പോൾ ടാറ്റാ.